റുബക്സ് കയറിയാടാ. ഇപ്പോൾ വന്ന് കയറി നോക്കിയോ, പറഞ്ഞില്ലേ അവൻ കയറുമെന്ന്. അവൻ ഭയങ്കര ഫാസ്റ്റായിട്ട് വന്ന് കയറിയടാ മുത്തേ. ഓക്കെ ഓക്കെ ഞാൻ വന്ന് ഓക്കെ ഓക്കെ ഓക്കെ. എടാ മുത്തേ, ഞാൻ മല്ലുവിൻ്റെ കാറിൽ ഉണ്ട് പിന്നാലെ വന്നോ. ടൈപ്പ് ചെയ്യണം എന്തിനു പറഞ്ഞത്? ക്യാരവാനിൽ പോകാമെന്നാ. കോയാ കുട്ടിക്ക് എന്തിന് തുറയെന്നാ എന്തിനാ കിട്ടുക വെച്ചേക്കണ? അവന്മാരങ്ങാട്ട് ഇങ്ങോട്ട് സംസാരിക്കണ്ട ചിലതൊക്കെ. വേണ്ട ഇതിൽ പോകാമെന്നാ. എടാ മുത്തേ, ഞാൻ എന്തായാലും ഈ കാർ കയറിയിരിപ്പുണ്ട്. ഇവ എങ്ങാട്ട് കൊണ്ടുപോകണം ഒന്നും എനിക്ക് ഒരു ഐഡിയ പോലും ഇല്ല. ഒരു ഹിഡൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവനെ വിശ്വസിച്ച് അവൻ്റെ കാറിൽ കയറി ഇരിപ്പുണ്ട് മുത്തേ. എനിക്ക് അറിഞ്ഞൂടാ മുത്തേ, സത്യം പറയാനുള്ള മുത്തേ, എനിക്ക് ഐഡിയേ ഇല്ല എങ്ങാട്ട് പോകണമെന്ന്. നോക്കാം മുത്തേ, അത്ര വേണം. നോക്കാം. എടാ ഈവനിങ് ഒന്നും വേണ്ട, ഡേ തന്നെ മതി. എന്തൊരു ഈവനിങ് ഇപ്പോൾ വേണ്ട. ഈവനിങ് അവൾ എപ്പോഴും ഇടാനില്ല. ഈവനിങ് വേണ്ട, നൈറ്റ് വേണ്ട. ഇത് തന്നെ, ഇത് കൊള്ളാം. ഗൈസ് എത്ര 8 പേര് ലൈവ് ഉണ്ടല്ലോ. ഓക്കെ സന്തോഷം ഗൈസ്, 8 പേര് ലൈവ് ഉണ്ടല്ലോ, വളരെ സന്തോഷം. ഓ മറ്റേ ബോട്ട് സ്ഥലമാണോ? എടാ മുത്തേ, ബോട്ട് ഞാൻ ഒന്ന് നോക്കാൻ ഞാൻ ഇന്ന ഇടമാണെന്ന് മുന്നേ അറിയാൻ ആഗ്രഹിക്കണില്ല. നമുക്ക് എന്തായാലും നോക്കാം, മനസ്സിലായില്ലേ? നോക്കാം, എങ്ങാട്ടെങ്കിലും കൊണ്ട് പോട്ട് നല്ല ഇടമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയണം. അത്ര ഞാൻ പറഞ്ഞോളൂ ഗൈസ്, എൻ്റെ മനസ്സ് പറഞ്ഞാൽ നല്ലൊരു ഇടമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയണം. എന്തായാലും നമുക്ക് നോക്കാം. സബ്സ്ക്രൈബർ നമ്മളൊന്ന് ലൊട്ട എടുത്തൊന്നും കൊണ്ടുപോകും ഞാൻ വിചാരിക്കണല്ലോ. ഓക്കെ ഗൈസ്, എടാ മുത്തേ ഉള്ള സത്യം പറഞ്ഞാൽ ഭയങ്കര ബഗ്ഗുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ അല്ല. എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഈ ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും വേറൊരു ഗെയിം. എടാ ഇതിനേക്കാൾ ഞാൻ ചുമ്മാ ലൊട്ട പറഞ്ഞില്ല, ഓൾറെഡി എൻ്റെ ഫോണ് ഈ എഡിറ്റിനും ഈ ഗെയിം ലൈവ് ചെയ്യാനും കൂടെ ഉപയോഗിച്ച് ഭയങ്കര ഗ്ലിച്ചടിച്ച ഒരു നിലയിലാണ് എൻ്റെ ഫോൺ തന്നെ ഇരിക്കുന്നത്. പെട്ടെന്ന് മോണിറ്റൈസ് ആയാലേ എന്തെങ്കിലും സെറ്റായിട്ടൊരു ഫോണെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അതിനിടയിലാണ് ഈ ഒലഹാസും കൂടെ. ഒലഹാസ് അതിനിടെ എൻ്റെ അടുത്ത് കൂടുതൽ കോമഡി പരിപാടി കാണിക്കണം മുത്തേ. ഒലഹാസ് അതിനിടയിലാണെങ്കിൽ എനിക്ക് ഒടുക്കത്തെ ബഗ്ഗും കൂടെ തന്ന് മൊത്തത്തിൽ ഒരു പരിപാടി. അതായത് നിങ്ങൾക്ക് ഉള്ള ബഗ്ഗിൻ്റെ കൂടെ എനിക്ക് ഗ്ലിച്ചും കൂടെ ഉണ്ട്. അതാണ് മുത്തേ സത്യം. ഉള്ള പറയല്ല, നിങ്ങൾക്കുള്ള ബഗ്ഗിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒലഹാസ് ബഗ്ഗ് തരണുണ്ടല്ല, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ബഗ്ഗും ഗ്ലിച്ചും കൂടെയാണ്. രണ്ടും കൂടെ കിട്ടുന്നുണ്ട് മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ, ഭാഗ്യത്തിന് ആട്ടോ ബാക്കിൻ്റെ ഇഷ്യൂ മാത്രമില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സമ്പൂർണ്ണമായേനെ. ഒലഹാസ് ഇത് കേൾക്കണ്ട, ആരും ഒലഹാസിന് പറഞ്ഞു കൊടുക്കല്ലേ. എനിക്കും ആട്ടോ ബാക്ക് തരും. ഭാഗ്യത്തിലാണ് ആട്ടോ ബാക്ക് എനിക്ക് തരാത്തത്. ഇപ്പോൾ നമ്മുടെ ഒന്നും വേണ്ട അല്ലേ ഷിബിൽ BP? ഷിബിലേ മുത്തേ എന്തെല്ലാം മുത്തേ, എന്തെല്ലാം ഷിബിൽ. തമ്പിൽ എന്തൊരു ഫോട്ടോ മാറ്റിയാടാ ഇതിൻ്റെ. ഓക്കെ ഞാൻ ചാറ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ അത് ലൈവ് കയറാൻ പറ്റാത്ത എന്തായി എത്രയായി അറിയുമെന്നാ മുത്തേ. നമ്മളങ്ങനെ മറന്നിട്ടൊന്നുമില്ല മുത്തേ, ഞാൻ മറന്നിട്ടൊന്നുമില്ല. എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. സുഖം. ഹലോ ബ്രോ, സുഖമല്ലേ? സുഖോടാ മുത്തേ, സുഖം. ഞാൻ ചാറ്റ് കണ്ടില്ലായിരുന്നു, ഞാൻ ഇവിടെ ഗെയിമിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു മുത്തേ. എന്തെല്ലാം സുഖമല്ലേ നിനക്ക്? ഓക്കെ ഭയങ്കര ബിസിയാണ്. എടാ ബിസി എന്ന് പറയത്തില്ല. ഇതെന്തൊരു ലൊട്ടാ, അവൻ്റെ കഴുത്തെവിടെ? അയ്യോ ഇതെന്തൊരു കാണിക്കണം, ഇറങ്ങട്ടാ. ഒന്ന് വെയിറ്റ് ആക്കുമോ? ഞാൻ വന്നോണ്ടിരിക്കാൻ. ഡേ എന്ത് കാണിക്കുന്നത്? എന്തോന്ന് സൂപ്പറാ മുത്തേ, സൂപ്പർ. റുബക്സ് എവിടെ? അവൻ്റെ വണ്ടി കയറാം മുത്തേ. ഇവനാണ് പിന്നെയും ഭേദം മുത്തേ. ഉള്ള പറയാല്ല, സോമനായി സത്യം. ലൊട്ട പോയെന്ന് ഞാൻ എന്ത് പറയട്ടെന്നാണ്. വാക്ക് ബഗ്ഗടിച്ചാ പാതിക്ക് വച്ചിട്ട് പോവല്ലേ ആരും. പാതിക്ക് വച്ചിട്ട് പോണവന്മാർ വരല്ലേ. എന്നെ അറിയൂ, JJK സൈറസ്. JJK ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ കറക്റ്റ് അത്ര ഓർമ്മ കിട്ടാനില്ല. എന്തോ ഇവിടെ ഒരു കേട്ട പരിചയം. ഹെഡ്ഫോക്സ് ഈ കാറിൽ എവിടെ പോവാം? എടാ എന്ത് കാണിക്കണ്ട, എല്ലാവരും കൂടെ കളിയാക്കണാടാ. നല്ല ഏതെങ്കിലും സ്ഥലത്തേക്ക് വിട്ടോ. എടാ മുത്ത, എനിക്ക് കാറെടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ
അറിഞ്ഞൂടാനിട്ടാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വണ്ടി കയറി നിങ്ങൾ നല്ലയിടത്തോട്ട് കൊണ്ടുവന്ന് വിചാരിച്ച് നിങ്ങളെ വണ്ടി കയറിക്കുമ്പോൾ നിങ്ങൾ എന്തൊരു മുത്ത ഓരോരുത്തർ കാണിക്കണം. എന്തായാലും നല്ലയിടത്തോട്ട് വിട്ട് പിടിയേട്ടാ. അല്ലെ ഞാൻ എൻ്റെ കാർ എടുത്ത് ഇന്നൊരു സ്പോട്ടിൽ പോയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറയാം. അതായത് നടക്കും. നിങ്ങളല്ല ഇപ്പം എന്തൊരു മുത്ത ഇതൊക്കെ. ഓക്കെ എന്തായാലും നന്നായിട്ട് പോകാം മുത്തേ, നന്നായിട്ട് പോകാം. ഓക്കെ. ഇപ്പോൾ നമ്മളെ ഒന്ന് അത് നമ്മൾ നേരത്തെ വെച്ചാൽ പരീക്ഷ ഒക്കെ ആണ്. അതാ ഓക്കെ ശുഭില. ഓക്കെ 8 പോലെ കാണണല്ലേ. ഓക്കെ 15 ഓക്കെ 15 ഇതുവരെ മാറിയില്ല. മാർക്ക് വൈറ്റ്. എങ്ങാട്ടടാ പോണ അത് ചോദിക്കാം. എങ്ങാട്ട് പോണ ആരോടിക്കണ? ഞാൻ ഇൻറ്റീരിയറല്ല മറ്റേ ഇൻസൈഡ് വ്യൂ നോക്കിയോട്ടെ. എടാ ഞാൻ റുബക്സിൻ്റെ അടുത്താണ് ഇരിക്കണ. ഓക്കെ നല്ല കാര്യം. ഒരു ഇത് ഇങ്ങോട്ട് പോകണമെന്നൊരു ഇതെങ്കിലും ഉണ്ടല്ലോ, നല്ല കാര്യം. എടാ റുബക്സേ നീ കണ്ണാടിക്ക് വെച്ചാ? റുബക്സേ നിന്റെ അടുത്തിരിക്കണ ആരെ നോക്കിയാണ്? വെച്ചെന്ന കണ്ണാടി കൊച്ചതാ മുത്തേ. എടാ നിന്റെ അടുത്ത് ഇരിക്കണ ആരെ നോക്കിയാണ് മുത്തേ? എടാ ഇവൻ കണ്ണാടി കൊച്ചടാ. ഇപ്പം മനസ്സിലായ മുത്തേ? ഇപ്പം മനസ്സിലായ ആരാണ് പഠിപ്പിയെന്ന്? ബുജി മുത്തേ. കണ്ണാടി വയ്ക്കണ ആരാണ്? കൂടുതൽ പേരും പഠിപ്പികളാണ്. നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പികൾ ഫ്രണ്ട് ബെഞ്ചിരിക്കണവന്മാരാണ് കണ്ണാടി വയ്ക്കണം. ഇപ്പോൾ സത്യം മനസ്സിലായി. ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടാകും മുത്തേ. ഞാൻ ഒരു താടി മീശയും വെച്ച് അങ്ങനെ കണ്ണാടിയൊന്നും ഇല്ലാതെ കണ്ട കോട്ട് സ്യൂട്ടിട്ട് അവിടെ എവിടെയൊക്കെ പോയിരിക്കുവാണ്. മനസ്സിലായില്ലേ? ഇവനെ കണ്ടാ മുത്തേ പഠിപ്പി എന്നുള്ളത് 100% ഉറപ്പിച്ചോ മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ. ഇവൻ പഠിപ്പിടാ മുത്തേ. കിടിലോ വന്നവന്മാർ എവിടെ കൊണ്ടുപോകണ? ഓക്കെ എന്തായാലും നമ്മൾ ഇപ്പോഴേ നോക്കണ്ടത് തന്നെ. ഇൻസൈഡ് വ്യൂ തന്നെ നോക്കാം. അത് തന്നെ. അപ്പം അങ്ങ് എത്തുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി നോക്കുമ്പോൾ നൈസായിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് നോക്കാം മുത്തേ. നോക്കാം. 11 വ്യൂസ്. ഓക്കെ ലൈക്ക് 16. ഓക്കെ താങ്ക് യു. നല്ല കാര്യം. 644 സബ്സ്ക്രൈബേഴ്സായി പോലൊട്ടെ. എന്നാ നീ പഠിപ്പി തന്നെടാ മുത്തേ. സത്യം അതാണ്. നിൻ്റെ കണ്ണാടി കണ്ടാലേ അറിയാം നിൻ്റെ മനസ്സിൽ ഒരു പഠിപ്പി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. സത്യത്തിനെ ഇല്ലാതാക്കാൻ പറ്റൂല മുത്തേ. സീനില്ല. അയ്യോ ഈ പ്ലേസിൽ കൊണ്ടുവരല്ലേ എന്നാ? എടാ എവിടാ? എല്ലാവരും പുഷപ്പ് ചലഞ്ച് ഉള്ളിടത്താട്ടില്ല കൊണ്ടുവരണം ഇത്. നമ്മൾ പുഷപ്പ് ചലഞ്ച് ചെയ്യാനല്ലേ ഇപ്പം. എല്ലാവരും ഉണ്ടല്ലോ നമ്മളെ പുഷപ്പ് ചലഞ്ച് സീസൺ 3ക്ക് വേണ്ടിയിട്ട് ഇവിടെയാണ് എപ്പോഴും കൊണ്ടുവരണം മുത്തേ. നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് കയറത്തില്ല. നമ്മൾ പുഷപ്പ് ചലഞ്ച് ചെയ്യാത്തടത്തോളം നമുക്ക് അങ്ങോട്ട് പോകത്തില്ല. അതാണ്. ഓർമ്മിപ്പിക്കല്ലേ എന്നാ? എൻ്റെ പൊന്നോ അവിടെ നമ്മൾ നിന്ന് ആലോചിക്കണം മുത്തേ. എൻ്റെ എത്ര മണിക്കൂറുകൾ എടുത്തു മുത്തേ. ഉള്ള ആരും പറയില്ല. എന്നാ വേണ്ട ഒരു സ്ഥലം ഉണ്ടെന്നാ. ആദ്യം നീ ലോക്ക് മാറ്റ്. ലോക്ക് ആദ്യം മാറ്റടാ. അവന് കയറി ഇരിക്കട്ട്. ഓക്കെ ഇപ്പൊ പഠിപ്പി ഫ്രണ്ടിലായല്ലേ. ഇതെൻ്റെ അടുത്ത് റെഡ് ഫോക്സ്. എന്തായാലും നോക്കാം. എല്ലാവരും എന്താ ഈ പ്ലേസ് വെച്ച് പിടിക്കണം. ഇത് നമ്മളെ പുഷപ്പ് ചലഞ്ച് ഏരിയയാണ് മുത്തേ. പുഷപ്പ് ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തമാരുണ്ടേ. ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവന്മാർക്കറിയാം. നമ്മൾ 2 തവണ പുഷപ്പ് ചലഞ്ച് ചെയ്തതാണ്. സബ്സ്ക്രൈബേഴ്സ് പുഷപ്പ് ചലഞ്ച് നമ്മൾ 2 തവണ ചെയ്തതാണ്. ആദ്യത്തെ തവണ സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറാണ്ടേ ഉള്ളായിരുന്നു. 2ാമത്തെ തവണ മുത്തേ എൻ്റെ പൊന്നു നമ്മൾ 3 മണിക്കൂറിൽ കൂടുതലാണ്ട് എടുത്തെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു അത് ഭയങ്കര സമയം എടുത്ത്. ലൊട്ട എന്ത് സംഭവിക്കണ? ഇത് വീട് റെഡ് ഫോക്സിൻ്റെ വീടെന്നാ മുത്തേ? ഇത് നിൻ്റെ. ഇത് പഠിപ്പീര പഠിപ്പി ഹൗസാണ് മുത്തേ. പഠിപ്പി ഹൗസാണ്. വേണ്ട പഠിപ്പീര കണ്ണാടി വെച്ച് കാണാൻ പഠിപ്പീര ഹൗസാണിത്. ഓക്കേടാ. ഞാൻ പോവാ. എക്സാമാണ്. ഓടാ. നിങ്ങൾ എക്സാമിൻ്റെ ടൈമിലൊക്കെയാണോ ഇങ്ങോട്ട് പറഞ്ഞത് മുത്തേ? ഓക്കെ അത് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ മാർക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് സീനാവും മുത്തേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യം പോലെ ഇത് പിന്നെ ഇവിടെ എപ്പോഴും ഇത് കാണുമല്ല. ഈ ലൈവ് എപ്പോഴും ഇവിടെ കാണുമല്ല. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ വന്നാൽ മതി. അതൊന്നും സീനില്ല. ഇനി നമ്മളെങ്ങനെ തിരിച്ചു പോടാ ഗായ്സ്? ഇത് ജസ്റ്റ് ഒരു ഗെയിം ആണെന്നാ.
ഇനി എങ്ങനെ തിരിച്ചു പോവും? എടാ എങ്ങനെ തിരിച്ചു പോവും? എങ്ങനെ തിരിച്ചു പോവും മുത്തേ? അവനും പോയടാ. എടാ ഞാനും നീ ഇവിടെ ഉള്ളേ മുത്തേ. എടാ ഞാനും റിവക്സ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ വില്ലയിൽ പെട്ട് കിടക്കുവാണ് മുത്തേ. തിരിച്ച് ഓടാൻ പറ്റുമോ ഇനി? ഇത്രയും ദൂരം നമ്മളെങ്ങനെ ഓടും? ഓടാനാ ഇതെങ്ങനെ ഓടും ഞാൻ ഇത്രയും ദൂരം? 9 പേര് കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു കേട്ടോ, ഒരുപാട് സന്തോഷങ്ങൾ. വെച്ച് നടക്കാന്നാ ഇത്രയും ദൂരമോ മുത്തേ? കാലൊടിഞ്ഞ് പണ്ടാരടങ്ങും. മുത്തേ ഇതെങ്ങനെ നടക്കൂടാ ഇത്രയും? സൈക്കിൾ പോലും, ഈ ലൊട്ട സൈക്കിളൊന്നും ഇതിൻ്റെ അകത്ത് ഓടിക്കാനും പറ്റൂലല്ലോ. ഇതെന്തോ ഒലകാസിൻ്റെ. എടാ ഈ ലൊട്ട ചിഹ്നത്തിൽ ഞെക്കിയാൽ ഞാൻ എൻ്റെ കാറിൻ്റെ അവിടെ പോകും. അത് പിന്നെ ഏതാ കുണ്ടിലും കുഴിയിലും കിടക്കുവാണ്. അങ്ങോട്ട് പോയിട്ടും പിന്നെ കാര്യമില്ല. എടാ ആരെങ്കിലും വന്ന് പിക്ക് ചെയ്യടാ ഗൈസ്. ഞാൻ വരാം മുത്തേ. നോറിക്സേ വന്നോ. ഓ പറഞ്ഞു തീർന്നില്ല. ഇതാര്? ശയ്യാൻ വന്നു. ഓ പാഞ്ഞു വരണാരൊക്കെ. മാർക്കോ വന്ന്. എടാ അവൻ്റെ വണ്ടിയിൽ എന്ത് തിരിച്ചാണ്? ഇതെന്തൊരു സാധനം? എടാ നീ ലോക്ക് ഇട്ടോണ്ടിരുന്ന മുത്തിന് എങ്ങനെ കയറും? നിൻ്റെ കാറിൽ ലോക്ക് ആദ്യം മാറ്റി. എടാ ഇവൻ ലോക്ക് ഇട്ട് വച്ചിട്ട് കയറാൻ പറഞ്ഞ മുത്തേ. എങ്ങനെ മുത്തേ? ഇപ്പോഴും ഫ്രണ്ട് ഇവൻ തന്നെയല്ല. ശയ്യാമുത്തേ കൂടെ വന്നോ മുത്തേ? തുറന്നെന്നാ. ഓക്കെ. എടാ നല്ല ഏതെങ്കിലും സ്പോട്ടിലോട്ട് വിട്ട് പിടിച്ചോ. എടാ ഇപ്പം സ്മൂത്ത് തോന്നടാ. ഗ്രാഫിക്സ് കുറഞ്ഞാ? തോന്നി ഗ്രാഫിക്സ് കുറഞ്ഞില്ല. സ്മൂത്ത് എങ്ങനെ വരും? ഒലഹാസേ കൊള്ളാം മുത്തേ, കൊള്ളാം കേട്ടാ. നീ നല്ല ഇത് തന്നെ മുത്തേ. പരിപാടി കൊള്ളാം നിൻ്റെ ഒലഹാസിൻ്റെ ലൊട്ടേ. നീ എന്തിനാണ് ഇങ്ങനെ ഗ്രാഫിക്സ് എൻ്റെ കുറയ്ക്കണത്? ലൊട്ടേൻ്റെ കാര്യം. ഹായ് മച്ചി ടാക്സ്രി. ഹായ്ടാ. ഹായ് മച്ചാ ഞാൻ വന്ന് പാവടാ. എന്തായാലും വന്നല്ല. താങ്ക് യു മുത്തേ.